സ്റ്റാർട്ട് ചെയ്തത് 1855 അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. വലിയ ഹ്യൂജ് പാർക്കാണ് കേട്ടോ. അപ്പോൾ നടന്ന് ഏതാണ്ട് ക്ഷീണിക്കുന്ന ലക്ഷണമുണ്ട്. ചെന്നൈയിൽ നിന്ന് ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഉണ്ട് കേട്ടോ. 1.5 hour ഡ്രൈവ് വരും. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാഴ്ചകൾ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡിലും കണ്ടില്ല ഗ്രീൻ കളർ ബോർഡ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൗണ്ടറിൽ ചെന്നിട്ട് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഞാനങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഈ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ. വാട്ടർഫോളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡിൽ നിന്ന് മനസ്സിലാക്കാം എവിടെയൊക്കെ എന്തൊക്കെ ആനിമൽസാണ് എങ്ങോട്ട് ടേൺ ചെയ്യണം എന്നുള്ളതൊക്കെ. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ ചിൽഡ്രൻസ് പാർക്ക് കാണാം. ഇവിടെ കുട്ടികൾക്കുള്ള ഒരു മിനി സൂവും കൂടാതെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ടിക്കറ്റ് കൂടി എടുക്കേണ്ടതുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇതിൻ്റെ സൂവിൻ്റെ ഉള്ളിലേക്ക് വരുന്ന എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 200 rupees per person ആണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരു ബാൻഡൊക്കെ കിട്ടി. ഇനി ഇതുമായിട്ട് നമുക്ക് ഇത് കറങ്ങാൻ പോവാം. ഇതിലിപ്പോൾ ബഗ്ഗിയുണ്ട്. പിന്നെ ലയണിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേറെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബസ് പിന്നെ നമ്മുടെ ഫോറസ്റ്റുകാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ക്ലോസ് ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള അതുപോലത്തെ ബസ്സുണ്ട്. അപ്പോൾ ഇതും 150 രൂപ കേട്ടോ. ഇതിന് പോവുകയാണെങ്കിൽ 150, അതിന് പോവുകയാണെങ്കിൽ 150. പക്ഷേ രണ്ടും 2 ടിക്കറ്റാണ്, രണ്ടും കൂടിയല്ല 150. അപ്പോൾ നമുക്ക് ഇനി സൂവിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. സൂ മുഴുവനും നടന്ന് കാണുക എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്. കാരണം അത്രയും ലാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ബഗ്ഗി എടുത്തിട്ട് പോകാം. ഇനി അതല്ല, നമുക്ക് വേറെ ഓപ്ഷൻ കൂടിയുണ്ട്. സൈക്കിൾ റെൻറ്റിന് കിട്ടും. അപ്പോൾ നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ഈ പാർക്ക് മുഴുവനും ചുറ്റാം. ബസ് സഫാരിയും പോകണമെന്നുണ്ടായിരുന്നു. അതിൽ പോയാൽ നമുക്ക് ലയണും ഡിയറൊക്കെ കാണാം. പക്ഷേ അതിൽ ബസ് ഫുള്ളായാലേ അവരെടുക്കുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം ആൾക്കാരും ഈ ബഗ്ഗി റൈഡിനായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. അപ്പം ഞാൻ ചെന്നപ്പോഴേക്കും ആദ്യത്തെ ഒരു ബഗ്ഗി പോയിരുന്നു. ഇതിപ്പോൾ 2ാമത്തെയാണ്. എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബഗ്ഗി ഫുള്ള് ലേഡീസാണ് കേട്ടോ ഓട്ടിക്കണത്. ആണുങ്ങൾ ഓട്ടിക്കുന്നേ ഇല്ല. വുമൺ എംപവർമെൻറ്റ് അല്ലേ? ഇത് ഭയങ്കര വലിയ പാർക്കാട്ടോ. അപ്പോൾ ഇവിടെ സൈക്കിളും കിട്ടും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് സൈക്കിൾ ഓടിച്ചിട്ട് സൂം കറങ്ങാം. അപ്പം നമ്മളെ ഫസ്റ്റ് ബഗ്ഗി കയറിയിട്ട് ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെ കണ്ടിട്ട് അവർ പിന്നെയും പിക്ക് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ ഫുള്ളായിട്ട്. ഓക്കെ, ഫസ്റ്റ് സ്പോട്ടിൽ ഇറങ്ങി നടക്കണനി. അപ്പോൾ ഇത് ബബൂണാണ് കേട്ടോ. ആള് ഫുൾ വൈബിലാണ്. ആടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവുമാണ്.
ഉള്ളതൊക്കെ പീക്കോക്സിൻ്റെ പല പല വെറൈറ്റികളാണ് കേട്ടോ. ഇത്രയധികം പീക്കോക്ക് ഉള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇത് കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വിട്ടിരിക്കുകയാണ്. ആൾക്കാരെയൊന്നും ഒരു പേടിയില്ല കേട്ടോ, ഫുൾ ജോളിയായിട്ട് നടക്കുക. അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കരടി, കുറുനരിയൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്കത് കാണാം. ഈ സൂവിൽ വൈൽഡ് ആനിമൽസിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഈ ടൈഗർ ZF ഹീറോ ചേസസ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അഡോപ്റ്റ് ചെയ്തതാണ്. ഈ ടൈഗറിൻ്റെ പേര് അത്രയ. ഇത് മാത്രമല്ല, വേറൊരു വൈൽഡ് ആസും ആദിത്യ എന്ന് പറഞ്ഞ ഒരു ചിമ്പാൻസിനെയും കൂടി 6 മാസത്തേക്ക് ഈ കമ്പനി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ് ഫിലിം സ്റ്റാർസായ ശിവകാർത്തികേയനും കാർത്തിയൊക്കെ ഇവിടെ ആനിമൽസിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയൻ അഡോപ്റ്റ് ചെയ്ത ലയണിനെയാണ് ഇവിടുന്ന് കുറച്ച് ദിവസം മുന്നേ കാണാണ്ടായിട്ട് പിന്നെ തിരിച്ചു കിട്ടിയത്. തമിഴ്നാട് ചെങ്കൽപ്പേട്ടിലെ വണ്ടലൂർ മൃഗശാലയിൽ നിന്നും കാണാതായ സിംഹം തിരിച്ചെത്തി. കാണാതായി 4-ാം നാൾ സിംഹം തന്നെ കൂട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. സിംഹം ആരോഗ്യവാനാണെന്ന് മൃഗശാല ഡയറക്ടർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു.
ഷെഹരിയാർ റിട്ടേൺസ് 5.5 വയസ്സുകാരൻ തിരിച്ചെത്തിയപ്പോൾ വണ്ടല്ലൂരിൽ ആശ്വാസം. ചെന്നൈ നഗരത്തിൽ നിന്ന് 32 കിലോമീറ്റർ അകലെ 1490 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന വണ്ടല്ലൂർ മൃഗശാലയിലെ 5.5 വയസ്സുള്ള സിംഹത്തെ വെള്ളിയാഴ്ചയാണ് കാണാതായത്. അന്താ കാർത്തികേയൻ ദത്തെടുത്ത സിംഹത്തെ കാണാനില്ലെന്ന വിവരം ഇതിനിടെ മാധ്യമങ്ങളിലും വാർത്തയായി. ഉയരത്തിലുള്ള ചുറ്റുമതിലും മുള്ളുവേലി കൊണ്ടുള്ള സംരക്ഷണവും എല്ലാം ഉള്ളതിനാൽ സിംഹം സഫാരി മേഖലയിൽ തന്നെ തുടരുമെന്ന് അധികൃതർക്ക് ഉറപ്പുണ്ടായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം ഷെഹരിയാർ തന്നെ കൂട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി നമ്മൾ കാണാൻ പോണതും പക്ഷികളെ തന്നെയാണ്. ഇത് കണ്ടില്ലേ, വലിയൊരു കൂട്, അതിലിങ്ങനെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ പല വെറൈറ്റീസ് ഓഫ് കൊക്കുകളൊക്കെയാണ്. ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിലിങ്ങനെ നീന്തി തുടിക്കുകയാണ്. എന്തോരം ബേർഡ്സാണ് കണ്ടില്ലേ. அங்க பாரு பின்னாடி பாரு பின்னாடி பாரு ஒண்ணுதான் இருக்காங்க ஒண்ணு எங்க நனைஞ்சு தண்ணில கடப்பான் அதான் ஜோடி ஜோடியா அடிபட்டோ செல்காங்க பெரிய நல்ல அவன போட்டு ஆஸ்ட்ரிச் ஐயோ எவ்வளவு பெருசு பாரு ஆஸ்ட்ரிச் பாரு எவ்வளவு பெருசு பாரு ஆஸ்ட்ரிச் பெருசு பெருசா இருக்கு பத்தியா நெருப்பு கோழி நம்ம அதான் காணல பாத்தியா ஆஸ்ட்ரிச்
நிஜம் ஜிராஃப் நிஜம்தாம்மா அப்பா அப்பா சாப்பிடுறது மாமா சாப்பிடுறது காமிங்க தெரியுதா தெரியுதா இல்லையா பாக்கலையா எப்ப பார்த்தாலும் எங்க போனோம்னே சரி எங்க போனோம் அது உங்களுக்கு எப்படி வருதுன்னு தெரியல எப்படி போனோம் போயிடலாங்க നിങ്ങൾ ചെന്നൈ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാർക്ക് കേട്ടോ. ഒരുപാട് ഇപ്പം ഇന്ന് വീക്ക് ഡേ ആണ്, എന്നിട്ടും നല്ല ടൂറിസ്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ചെറിയ പിള്ളേർക്കൊക്കെ മസ്റ്റായിട്ടും വരാനും അവർക്ക് ഇഷ്ടപ്പെടാനും കഴിയും. അത്ര നല്ല രസമുണ്ട്. ഫുൾ വലിയ വലിയ ആനിമൽസും ബേർഡ്സൊക്കെ ആയിട്ട് പിള്ളേർക്ക് സമയം പോണത് അറിയില്ല. ഗായ്സ്, അങ്ങനെ സൂ കണ്ടു തീർന്നു. വെരി ഹ്യൂജ് പാർക്ക്. നടന്ന തീരില്ല, അത്രയ്ക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബഗ്ഗി എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്, എന്നാൽ തന്നെ ടയേർഡാവും, ചൂടുണ്ടല്ലോ. അപ്പോൾ ബഗ്ഗി എടുത്തിട്ട് അവർ ഓരോ ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ ഉള്ളത് കണ്ടിട്ട് പിന്നെ അവർ പിക്കപ്പ് ചെയ്യും. അങ്ങനെ ഫുൾ കവർ ചെയ്യാം. എന്നാൽ തന്നെ സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾ ചെന്നൈ വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ഒരു പ്ലാന് ഇടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഓക്കെ.